എല്ലാവരും സുഖമായിരിക്കാമെന്ന് വിചാരിക്കുന്നു. ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു ചെറിയൊരു കുക്കിംഗ് പരീക്ഷണം നടത്തുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ രാവിലെ ഇരുന്ന് തപ്പിപ്പിടിച്ചൊരു റെസിപ്പി കിട്ടി. ഇനി പനീർ ബട്ടർ മസാലയും ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെ വരും എന്നുള്ളത് നമുക്ക് നോക്കാം. കറി ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസിൽ ആദ്യത്തേത് തക്കാളിയാണ്. 4 തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ സവാള, 2 സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് 2 അല്ലി വെളുത്തുള്ളി, 1 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി, പിന്നെ 15 കാഷ്യൂ. അടുത്തത് പനീറിനെ ഞാൻ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരിക്കുകയാണ്. കാരണം ഫ്രോസൺ പനീറാണ് അമൂലിൻ്റെ. ഇതാകുമ്പോൾ ക്യൂബ്സായിട്ട് കട്ട് ചെയ്ത് കിട്ടും. 250 ഗ്രാംസിൻ്റെ ഒരു പാക്കറ്റാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ബട്ടർ ഇടാം പാനിലേക്ക്. എന്നിട്ട് അതൊന്ന് മെൽറ്റ് ആകുമ്പം നമുക്കതിലേക്ക് നമ്മുടെ സവാള ആഡ് ചെയ്ത് കൊടുക്കാം. സവാള നന്നായിട്ട് സോട്ടേ ചെയ്യാം. ഞാനിവിടെ കുറച്ച് സോൾട്ട് ആഡ് ചെയ്യുന്നുണ്ട്. ഓൾറെഡി ബട്ടർ സോൾട്ടാണ്, സോ നോക്കിയിട്ട് ആഡ് ചെയ്യാം. പിന്നെ ഞാൻ അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, കാഷ്യൂ എടുത്ത് വെച്ചത് ആഡ് ചെയ്യാം. ഇത് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് വഴറ്റുക. അതിൻ്റെ പച്ചമണമൊക്കെ നന്നായിട്ട് മാറണം. അതിനുശേഷം 1 ടീസ്പൂൺ മുളക് പൊടി, ഞാനിവിടെ കാശ്മീരി ചില്ലിയും നോർമൽ ചില്ലിയും കൂടെ പൊടിച്ച പൊടിയാണ് യൂസ് ചെയ്യുന്നത്. അത് നന്നായിട്ടിട്ട് വഴറ്റി പച്ചമണം മാറുമ്പോൾ തക്കാളി ആഡ് ചെയ്യുക. തക്കാളി എന്നിട്ട് നമുക്ക് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഈ സമയം കൊണ്ട് അപ്പുറത്ത് വേറൊരു പാന് വെച്ചിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടറിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് അതിലേക്കാണ് ഞാൻ പനീറിൻ്റെ ക്യൂബ്സ് ഇടാൻ പോകുന്നത്. അപ്പം ഞാൻ വെള്ളമൊക്കെ ഡ്രെയിൻ ചെയ്തിട്ട് പനീറിൻ്റെ ക്യൂബ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. മീൻവയൽ നമ്മുടെ തക്കാളി ഇപ്പോൾ ഏകദേശം ഒന്ന് വെന്തിട്ടുണ്ട്, എന്നാലും കുറച്ചുകൂടി ഇരുന്ന് വേവട്ടെ. അപ്പോൾ ദാ നമ്മുടെ പനീറും നന്നായിട്ട് റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. രണ്ടും ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുക്കട്ടെ. അപ്പോൾ ഇത് നന്നായിട്ട് തണുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് അടിച്ചെടുക്കാം. ഇനി നേരത്തെ സെയിം പാനിൽ തന്നെ കുറച്ച് ബട്ടറും കൂടി ആഡ് ചെയ്ത് ഞാൻ ഈ അരച്ച് വെച്ച ഗ്രേവി അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. മിക്സിയിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ആ വെള്ളം കൂടെ നമുക്ക് ഈ ഗ്രേവിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഗ്രേവി നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പനീർ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി അടച്ചു വെച്ച് വേവിക്കാം. ഈ ഒരു സമയം കൊണ്ട് ഞാൻ കസൂരി മേത്തി ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. നമുക്ക് പൊടിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. പിന്നെ കറിയിലേക്ക് ഞാൻ ആഡ് ചെയ്ത് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും പിന്നെ നമ്മുടെ കസൂരി മേത്തി നേരത്തെ ചൂടാക്കി വെച്ചതിന് ഒന്ന് കയ്യിൽ വെച്ച് റബ്ബ് ചെയ്തിട്ട് കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ദാ ഞാനിവിടെ കസൂരി മേത്തി ആഡ് ചെയ്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഓരോന്നും ചെയ്യുന്നതിനിടയ്ക്ക് അപ്പം തന്നെ ഞാൻ കൗണ്ടർ ടോപ്പ് ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കുകയാണ്. അല്ലെങ്കിൽ പിന്നെ ലാസ്റ്റ് നമുക്ക് ഭയങ്കര ഇരട്ടിപ്പണിയാവും. അപ്പോൾ ക്ലീൻ ചെയ്ത് അത്രയും പണി കുറഞ്ഞു കിട്ടുമല്ലോ. ഫൈനൽ സ്റ്റേജിൽ നമുക്ക് ഈ ഒരു ഫ്രഷ് ക്രീം ആഡ് ചെയ്യണം. ഞാൻ അതൊന്ന് ആഡ് ചെയ്യാം. നിങ്ങൾക്ക് ഏത് ബ്രാൻഡിൻ്റെ കുക്കിംഗ് ക്രീം വേണമെങ്കിലും എടുക്കാം. ഞാൻ അതിനൊരു അളവൊന്നും പറയുന്നില്ല. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ആഡ് ചെയ്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മുടെ നാനും പനീർ ബട്ടർ മസാലയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നാനും ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ കറിക്കാണെങ്കിലും എക്സ്ട്രാ കളറൊന്നും ആഡ് ചെയ്തിട്ടില്ല. നല്ലൊരു ഓറഞ്ച് കളർ ഇട്ടിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ. അപ്പം നിങ്ങളും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്നിട്ട് എന്നെ ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നമുക്ക് വേറെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.